ഹായ്. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് പാക്കേജ് കൺഫിഗർ ചെയ്ത് പ്രൊഡക്റ്റിന് എങ്ങനെ പാക്കേജിങ് കൺഫിഗർ ചെയ്യാമെന്ന്. സോ ഫസ്റ്റ് ഞാനൊരു പുതിയ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇന്നൊരു മെറ്റീരിയൽ പ്രോഡക്ട്സിൽ പ്രൊഡക്റ്റ് ന്യൂ സെലക്ട് ചെയ്യുന്നു. പ്രോഡക്റ്റ് വാട്ടർ ബോട്ടിൽ 300 ml സ്റ്റോറബിൾ പ്രൊഡക്റ്റ് സെൽ കോസ്റ്റ് 4 ഏരിയ സെറ്റ് ചെയ്യുന്നു. യൂണിറ്റ് ഞാൻ ഇൻവെൻട്രിയിൽ ഇതിന് പാക്കേജിങ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവെൻട്രിയിൽ പോകുന്നു. അതിലിവിടെ പാക്കേജിങ് ഹെഡ് ഉണ്ടാവും. ഇതൊരു ആഡ് പാക്കേജ്. ഫസ്റ്റ് ഈ പാക്കേജിന് പേര് സെറ്റ് ചെയ്യാം. പാക്കറ്റ് ആണെങ്കിൽ പാക്കറ്റ് PKT ടൈപ്പ് ഇതിൽ എന്താണ് എത്ര ഈ പാക്കറ്റ് എത്ര ബോട്ടിൽസ് കണ്ടെയ്ൻ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൽ 500 ഇതിൻ്റെ 10 ക്വാണ്ടിറ്റിൻ്റെ പാക്കാണ്. ഒരു പാക്കിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് 10 യൂണിറ്റ് ആണെങ്കിൽ 10 യൂണിറ്റ് പർച്ചേസബിളും സെല്ലബിളാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പാക്കേജിങ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം. ഇതേമാതിരി ടൈപ്പ് സെലക്ട് ചെയ്യുന്നു, കണ്ടെയ്നർ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സേവ് ചെയ്യാം. ഒരു പ്രോഡക്റ്റും ക്രിയേറ്റ് ആയി. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക് പാക്കേജിങ്ങും നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. സോ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചെയ്യാൻ നോക്കാൻ വേണ്ടി നമ്മൾ പർച്ചേസിൽ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ വെൻഡറിനെ സെലക്ട് ചെയ്യുന്നു. പ്രോഡക്റ്റ് 500 ml സെലക്ട് ചെയ്യുന്നു. then ഇവിടെ പാക്കേജിങ് ടൈപ്പ് സെലക്ട് ചെയ്യുന്നു, പാക്കറ്റ്. അപ്പോൾ നമുക്ക് ആ പാക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് 10 ക്വാണ്ടിറ്റി യൂണിറ്റിലാണ്. അപ്പോൾ മിനിമം 10 യൂണിറ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 10 ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, എത്രയാണോ പർച്ചേസ് ചെയ്യണത് പാക്കേജ്, ആ പാക്കേജിൻ്റെ ക്വാണ്ടിറ്റി അത് സെറ്റ് ചെയ്യാം. അതായത് 10 അല്ലെങ്കിൽ 5 പാക്കാണ് പാക്ക് പർച്ചേസ് ചെയ്യുന്നത്, 5 സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി കൗണ്ട് 5 × 10 50 ക്വാണ്ടിറ്റി യൂണിറ്റ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതായി ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എത്രയാണോ അത് സെലക്ട് ചെയ്യുക. 2.5 ഇതിന് ടോട്ടൽ വരുന്നു. കൺഫേം ഓർഡർ, റിസീവ് പ്രോഡക്ട്സ്. നോക്കുകയാണ് പാക്കേജിങ് പാക്കറ്റാണ്. ഡിമാൻഡ് ക്വാണ്ടിറ്റി 50. ദെൻ ഇത് സെറ്റ് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു. ദെൻ ഡെലിവറി കൺഫേം ചെയ്യാൻ വാലിഡേറ്റ് ചെയ്യുന്നു. നോക്കുകയാണ് ക്വാണ്ടിറ്റി റിസീവ് ചെയ്തത് 50, ബില്ല് ക്വാണ്ടിറ്റിൻ്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ബിൽ ഡേറ്റ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ കൺഫേം സെലക്ട് ചെയ്യുന്നു. ഒരു ബില്ല് റെക്കോർഡായി. ഇനി ഈ പ്രോഡക്റ്റ് നമുക്ക് അങ്ങനെ സെല്ല് ചെയ്യുന്നത് സെയിം മെത്തേഡിൽ സെല്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇൻവെൻട്രി ചെക്ക് ചെയ്യുകയാണ്. പ്രോഡക്റ്റ് മൂവ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 50 ക്വാണ്ടിറ്റി 5 പാക്കേജ് കയറിയമായി ഇവിടെ കാണിക്കും 50 ക്വാണ്ടിറ്റി. സെയിൽസിൽ പോകുന്നു, കസ്റ്റമർ സെലക്ട് ചെയ്യുന്നു, പ്രോഡക്റ്റ് വാട്ടർ നിങ്ങൾക്ക് ഒന്നെങ്കിൽ യൂണിറ്റിൽ സെല്ല് ചെയ്യണമെങ്കിൽ യൂണിറ്റിൽ സെല്ല് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പാക്കേജിൽ സെല്ല് ചെയ്യണമെങ്കിൽ പാക്ക് അയക്കണം. പാക്കേജ് സെലക്ട് ചെയ്യുന്നു. നോക്കണം 1 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് 10.10 പാക്ക്. നമ്മൾ 1 മാറ്റിയാൽ ക്വാണ്ടിറ്റി 1 ഉള്ളത് ഇവിടെ 10 ആവും. സെൽ പ്രൈസിൽ
ഡിഫോൾട്ട് പ്രൈസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ മോഡിഫൈ ആണെങ്കിൽ മോഡിഫൈ ചെയ്യാം. കൺഫേം ചെയ്യുന്നു. കൺഫേം ഡെലിവറി ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യുന്നു, 10 ക്വാണ്ടിറ്റി, then validate. ക്രിയേറ്റ് ഇൻവോയ്സ്, നമുക്ക് 10 ക്വാണ്ടിറ്റി പേരിൽ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ആവും. ഞാൻ ഇൻവെൻട്രിയിൽ പോവുകയാണെങ്കിൽ സ്റ്റോക്ക് മൂവ് ഹിസ്റ്ററി ആണ്. വാട്ടർ ബോട്ടിലും അഥവാ 1 പാക്ക് അഥവാ 10 ക്വാണ്ടിറ്റി എന്ന രീതിയിൽ മൂവ് ഔട്ടായി ഇവിടെ കാണിക്കും. ഇങ്ങനെ നമുക്ക് ഒടുവിൽ പാക്കേജിങ് ഓരോ പ്രോഡക്റ്റിനും സെറ്റ് ചെയ്യുന്നത്, കൺഫിഗർ ചെയ്യുന്നത്. നമ്മൾ കൺഫിഗർ അവിടെ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിൽ ക്രിയേറ്റ് ചെയ്ത പാക്കേജിങ് ഇവിടെ പ്രൊഡക്റ്റ് കൺഫിഗറേഷനിൽ പ്രൊഡക്റ്റ് പാക്കേജിങ് എന്ന് ഇവിടെ നമുക്ക് എല്ലാ പാക്കേജും കാണാൻ പറ്റും. Webno Technologies, your trusted partner for intelligent ERP solutions. Contact us